ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ നന്ദന ആ പ്രതിയോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ശരവണനോട്, പറ, തനിക്ക് ക്രിമിനൽ പശ്ചാത്തലമൊന്നും ഇല്ല എന്നാണല്ലോ പറഞ്ഞത്, പിന്നെ എന്തിനാണ് മാസത്തിൽ 2-3 തവണ താൻ ഇങ്ങനെ അടിയുണ്ടാക്കി രേണുകയുടെ സ്പായിലേക്ക് മസാജിനായിട്ട് പോകുന്നത്, മസാജ് സെൻറ്ററിൽ പോകുന്നത് തന്നെ എന്തിനു വേണ്ടിയാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. പിന്നെ ഇതേപോലെ ഒരു ക്രിമിനൽ കുറ്റത്തിന് തന്നെ ജയിലിലിട്ടിട്ടുമുണ്ട്. അതിനുശേഷം തനിക്ക് ജാമ്യം പോലും കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ഒരു കാര്യം ഇവിടെ കോടതിയെ താൻ കബളിപ്പിക്കുമായിരുന്നില്ലേ? എന്തിനു വേണ്ടിയാണ് ഇനി ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നും കൂടെ ഞാൻ ബോധ്യപ്പെടുത്താം യുവർ ഓർഡർ. അന്ന് ഷോപ്പിംഗ് മാളിൽ വെച്ച് ഒരു പെൺകുട്ടിയെയും പ്രായം ചേർന്ന അമ്മയെയും കൂടെ ഇയാൾ അപമാനിക്കുമായിരുന്നു. ആ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്ന ആ പെൺകുട്ടിയെ ബലമായിട്ട് പിടിച്ച് ചുംബിക്കുകയായിരുന്നു. അതിൻ്റെ പേരിലാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തതും ഇയാൾ ജയിലിൽ കിടക്കേണ്ടി വന്നതും യുവർ ഓണർ. സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറാത്ത ഇയാൾ എന്തിനാ ആ പെൺകുട്ടിയോട് മാത്രം അപമര്യാദയായിട്ട് പെരുമാറിയത്? അത് കേട്ടതും നമ്മുടെ ജഡ്ജ് വീണ്ടും ചിരിക്കുക. അപ്പോൾ ശരവണനും രേണുകയും പിന്നെ വേണുവും ഒക്കെ വെള്ളം കുടിക്കാൻ പോലും കിട്ടാതെ ഇങ്ങനെ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. ഈ സമയം നയന, സൂപ്പർ, ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നന്ദുമോട്ടൻ തന്നെയാണ് നമ്മുടെ അവളുടെ ഈ കേസ് ഏറ്റെടുക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ ഇരിക്കുക. ഈ സമയമാണെങ്കിൽ ജഡ്ജി ചോദിക്കുക, ഇനി കുട്ടിക്ക് പറഞ്ഞോ, സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറാത്ത പ്രതി, പിന്നെ ആ കുട്ടിയെ ഒന്നും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞ് ഇവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഈ പെൺകുട്ടി, 2 പേരുടെയും വാദങ്ങൾ തെറ്റാണ് യുവർ ഓണർ. 2 പേരും കള്ളസാക്ഷിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. അന്ന് സംഭവം നടന്ന സ്ഥലത്ത് CCTV ക്യാമറ പരിശോധിച്ചപ്പോൾ അതിൽ നിന്നും കിട്ടിയ തെളിവുകളാണ് ഞാനിവിടെ സമർപ്പിക്കാൻ പോകുന്നത്. എന്തായാലും ആ തെളിവുകൾ കണ്ടു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട കോടതിക്ക് മനസ്സിലാവും ഇവിടെ ഞാനൊരു പ്രതിയല്ല എന്ന്. എന്തായാലും അതൊന്ന് കണ്ടു നോക്കണം യുവർ ഓണർ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദൂട്ടൻ, അതായത് നന്ദന, തിരിഞ്ഞു നോക്കുവാണ് വക്കീലിനെ തിരിഞ്ഞു നോക്കിയതും വക്കീൽ ഒന്ന് ചിരിക്കുക. എന്നിട്ട് ആ തെളിവുകൾ എങ്ങനെയാണ് കിട്ടിയതെന്ന് വക്കീൽ ആലോചിക്കുകയാണ്. മാരാറ് വക്കീലിൻ്റെ ആലോചനയിൽ ദേവയാനിയും ഉണ്ടായിരുന്നു. ദേവയാനിയെ ആ പെൺഡ്രൈവിലെ തെളിവുകൾ കൊണ്ടുവന്ന് മാരാറ് വക്കീലിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക. അങ്കിളെ, ഇത് ഞാനും എൻ്റെ ഫ്രണ്ടിൻ്റെ മകളും കൂടെ പോയതാണ് ആ സംഭവം നടന്ന സ്ഥലത്ത്. നന്ദു ഒരിക്കലും ഒരു ക്രിമിനൽ കുറ്റവാളിയല്ല. അവൾ ന്യായത്തിനൊപ്പം നിൽക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിയെ രക്ഷിക്കാൻ എന്തായാലും എനിക്കും ആ റിപ്പോർട്ടർക്കും ഇറങ്ങി പുറപ്പെടേണ്ടി വന്നു. അറിയാലോ അങ്കിളിന് ആ കുട്ടിയെ, എനിക്കറിയാം. ഞാൻ ആ കുട്ടിയുടെ പത്രവാർത്തയൊക്കെ കണ്ടിട്ടുണ്ട്. അവളും മിടുക്കിയാണ് യുവർ ഓണർ. അങ്കിളെ, അവളെ എനിക്ക് വേണ്ടി എന്തും ചെയ്യും. അങ്ങനെ ഞാനും ആ കുട്ടിയും കൂടെ പോയപ്പോൾ അവിടുത്തെ CCTVയിൽ നിന്നും കിട്ടിയ ദൃശ്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഈ പെൺഡ്രൈവിൽ നോക്കിയാൽ അറിയാം നന്ദു ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. നന്ദുവിനെ മനഃപൂർവ്വം കൊടുക്കാൻ നോക്കിയതാന്ന്. അതുകൊണ്ട് തന്നെ അങ്കിള് ഈ കേസ് നന്നായിട്ട് വാദിക്കണം. പേടിക്കേണ്ട ദേവയാനി, ഞാൻ നോക്കിക്കോളാം. അല്ല ദേവയാനി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ അങ്കിളെ? ദേവയാനി എന്തിനാ മറിഞ്ഞു നിന്ന് അവരെ ഇങ്ങനെ സഹായിക്കുന്നത്? അതൊക്കെ ഉണ്ടങ്കിളെ, അതൊക്കെ അങ്കിളിനോട് ഞാൻ പിന്നെ ഒരു ദിവസം പറയാം. ഇപ്പം എന്തായാലും നന്ദുവിനെ രക്ഷിക്കണം. അവൾ ജയിലിലേക്ക് പോകാൻ പാടില്ല. നാളെ SI യൂണിഫോം ഇടേണ്ട കുട്ടി അവൾ. ആ പോലീസ് യൂണിഫോമിൽ അവൾ വരുമ്പോൾ അവൾ ഒരിക്കലും ഒരു ക്രിമിനലായിട്ടല്ല വരേണ്ടത്, നിരപരാധിയായിട്ടാണ്. അതുകൊണ്ട് അങ്കിൾ എന്നെ സഹായിച്ചേ മതിയാകും. അതൊക്കെ ഞാൻ ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും. എന്തായാലും അതിനെക്കുറിച്ച് ഓർത്ത് ദേവയാനി പേടിക്കൊന്നും വേണ്ട. ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്ന എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് വക്കീൽ ആ പെൺഡ്രൈവ് നോക്കി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ആ പെൺഡ്രൈവ് എടുത്ത് വക്കീൽ ജഡ്ജിയുടെ കയ്യിലേക്ക് കൊടുത്തു. ജഡ്ജി അത് മേടിച്ചു. എന്നിട്ട് ലാപ്ടോപ്പിൽ കുത്തിയതിന് ശേഷം അവിടെ നടന്ന സംഭവങ്ങൾ ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് തെളിയുകയാണ്. അതിൽ ശരവണനും രേണുകയും കുറ്റവാളികളാണെന്ന് ജഡ്ജിക്ക് ബോധ്യമായി. അതിനുശേഷം ശരവണനോട് ജഡ്ജി ചോദിക്കുക, എന്താടോ ഇതൊക്കെ എന്നും. ഈ സമയം ശരവണൻ ഒന്നും മിണ്ടാതെ തലയും കുമ്പിട്ട് നിൽക്കുവാണ്. അതേപോലെ രേണുകയും പേടിച്ച് വിറച്ച് നിൽക്കുക. എന്ത് ചെയ്യണമെന്നറിയാതെ വേണുവും. ഈ സമയം നയനയ്ക്കും നവ്യയ്ക്കും ഭയങ്കര സന്തോഷമായി. യുവർ ഓണർ, ഞാനിവിടെ പ്രതിയാവുന്നതല്ല എൻ്റെ പ്രശ്നം. ഞാൻ നിയമത്തിനെതിരായിട്ട് നടക്കുന്ന പെൺകുട്ടിയല്ല, നിയമമനുസരിച്ച് മുന്നോട്ട് പോകുന്ന പെൺകുട്ടിയാണ്. നിയമത്തെ എതിർക്കാനല്ല, നിയമത്തെ സംരക്ഷിക്കാനാണ് ഞാൻ പോലീസ് യൂണിഫോം അണിയാൻ ആഗ്രഹിച്ചത്. അങ്ങനെയുള്ള എന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ള 2 പേര്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരും ഇതിനിടയിൽ തന്നെയുണ്ട്. അതാരാണെന്ന് ഒന്നുകൂടെ അന്വേഷണം പുനരാരംഭിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ
ബഹുമാനപ്പെട്ട കോടതി ഞാൻ നിരപരാധിയാണെന്ന് തെളിയിച്ചതുകൊണ്ട് എനിക്ക് മുക്തി തരണമെന്ന് ഞാൻ കോടതിയോട് അപേക്ഷിക്കുകയാണ്. ഇത് കേട്ടതും ജഡ്ജി എന്തൊക്കെയോ എഴുതിയതിനു ശേഷം ശരവണനും പോലീസുകാരനും പോകാനൊരുങ്ങുമ്പോൾ അവിടെ പോവുക. കേസിൻ്റെ വിധി പറയുന്നതിന് മുമ്പ് തന്നെ അങ്ങോട്ട് പോവുകയാണോ? അതെ, താനും പോകണ്ട, അവിടെ നിൽക്കണോ എന്ന് പറയണം. എന്നിട്ട് ചോദിക്കുക, തനിക്ക് നാണമില്ലല്ലോ? ഇത്രയും ഒരു കാര്യങ്ങൾ കയ്യിൽ കിട്ടുമ്പോൾ യൂണിഫോം ഇട്ടിരിക്കുന്ന തനിക്ക് എന്താണോ ജോലി? കുറ്റം ചെയ്ത ഒരാൾ കുറ്റം ചെയ്തു എന്ന് സാക്ഷിമൊഴി പറഞ്ഞാൽ ഉടനെ അയാൾ കുറ്റം ചെയ്തു എന്നായി അല്ലേ? അന്വേഷണം വ്യക്തമായിട്ട് ചെയ്യാതെ കുറ്റവാളിയാണ് എന്ന് തെറ്റിദ്ധരിച്ച് ആ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്ത് ആ പെൺകുട്ടിക്ക് ഇന്ന് SI ആയി പോകാനുള്ള SI ട്രെയിനിങ്ങിന് പോകാനുള്ള എല്ലാ ഇതും മുടക്കിയിട്ട് തനിക്ക് സന്തോഷമായോളോ? ആ പെൺകുട്ടി ചെയ്തതിൻ്റെ കാരണങ്ങൾ എന്തുകൊണ്ടാണെന്ന് ഇവിടെ തെളിഞ്ഞിരിക്കുകയാണ്. അങ്ങനെയുള്ളപ്പോൾ അന്വേഷിക്കാൻ പോലും അറിയാത്ത ഒരാളെ നിയമിച്ചത് തന്നെ എനിക്കിപ്പോൾ അപമാനമായിട്ട് തോന്നുക. അതിന് ആ സാറിന് ഞങ്ങളുടെ കുടുംബത്തോട് മുമ്പേ വൈരാഗ്യമുണ്ട് യുവർ ഓണർ, അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത്. സാരമില്ല, പോട്ടെ. ഇവിടെ കേസ് അന്വേഷിച്ചവരല്ല യഥാർത്ഥ പ്രതികളും അവരുടെ പിന്നിൽ പ്രവർത്തിച്ചവരുമാണ് ശിക്ഷിക്കപ്പെടേണ്ടത് എന്നും നന്ദു. അത് കേട്ടതും അതത്രയേ ഉള്ളൂ. ആ മോളെ, ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, SI യൂണിഫോം ഇട്ട് വരുമ്പോൾ മിടുക്കിയാവണം, അല്ലാതെ ഇയാളെ പോലെ കേസ് അന്വേഷിക്കാൻ അറിയാതെ നടക്കരുത്, കേട്ടല്ലോ? ശരി സാർ എന്നും നന്ദു പറയാം. ഈ സമയം ഇനി ഈ കേസിൻ്റെ വിധി പറയാം. അല്ല എവിടെ പോകുന്നു? അതെ, രേണുകയും അവിടെ നിൽക്ക് എന്നും നമ്മുടെ ജഡ്ജി. അത് കേട്ടതും രേണുകയും അവിടെ നിന്നും ഈ കേസിൻ്റെ വിധി കേട്ടിട്ട് പോ. ഈ കേസിൽ ഈ കോടതിയിൽ നന്ദു എന്ന നന്ദന നിരപരാധിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. നന്ദന ചെയ്തതൊരു തെറ്റല്ല. ഏതൊരാണും ഒരു പെൺകുട്ടിയോട് എതിർത്ത് സംസാരിച്ചാലോ അല്ലെങ്കിൽ അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലോ ഇവിടെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവന്ന് അവളെ ശരിയാക്കാൻ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു ഒരു കുട്ടിയാണ് നന്ദു. അവനെ അടിച്ചതിന് ഒരു തെറ്റും ഇവിടെ കാണാൻ കഴിയുന്നില്ല. ഇവൻ്റെ പ്രവൃത്തികൾ എന്തിനു വേണ്ടിയാണോ എന്തുകൊണ്ടാണെന്നും ഇപ്പം മനസ്സിലായില്ലേ? നിരപരാധിയായ ഒരു പെൺകുട്ടിയെ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ജയിലിലും കടത്തി ആ കുട്ടിയുടെ ഭാവി നശിപ്പിക്കാൻ ശ്രമിച്ചതിന് ഈ കേസിൽ ഇവർക്കുള്ള ശിക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസ് SI മര്യാദയ്ക്ക് അന്വേഷിക്കാത്ത കാരണത്താൽ അത് CBIക്ക് അല്ലെങ്കിൽ CIക്കോ കൈമാറുകയാണ്. അതിനുശേഷം ഈ കേസ് പുനരന്വേഷണം നടത്തി അതിൻ്റെ വ്യക്തമായ തെളിവുകൾ കണ്ടെത്തി അതിനുശേഷമുള്ള ഒരു ചർച്ചയിൽ ഈ പ്രതികൾക്കുള്ള ശിക്ഷ വിധിക്കുന്നതുമാണ്. അതുവരെ ജില്ലയ്ക്ക് പുറത്തോ പോകാൻ ഇവർക്ക് അനുവാദമില്ല, ഇതിനുള്ളിൽ തന്നെ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഇനി നന്ദനയ്ക്ക് ജയിലിൽ നിന്നും ഈ ഒരു കേസിൽ നിന്ന് തന്നെ മുക്തയാകാം. എന്തായാലും നന്ദന നിരപരാധിയാണെന്ന് തെളിഞ്ഞിരിക്കുന്നതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ഇനി നന്ദനയ്ക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നല്ല ധൈര്യമായിട്ട് പോയി അടുത്ത ക്യാമ്പിൽ പങ്കെടുത്ത് SI ആയിട്ട് തിരിച്ചു വാ എന്നും പറയണം. ഇവിടെ ഗവൺമെൻറ്റിന് വേണ്ടതേ നല്ല പോലീസുകാരെയാണ്, അല്ലാതെ മറ്റുള്ളവരുടെ ഒപ്പം കൂട്ടുനിന്ന് കൈക്കൂലി വാങ്ങുന്നവരെയല്ല. യെസ് യുവർ ഓണർ, ഞാൻ അത് തന്നെ ചെയ്യും. കൈക്കൂലി മേടിക്കാതെ ഈ പബ്ലിക്കിന് വേണ്ടി ഞാൻ ഒരുപാട് പോരാടും. എനിക്കൊരു എനിക്കൊരു കാര്യം ബോധ്യമായി. നന്ദന എന്ന പെൺകുട്ടി ഏത് സ്റ്റേഷനിലാണോ SI ആയിട്ട് ചാർജ് എടുക്കുന്നത് ആ സ്റ്റേഷൻ പരിസരത്തുള്ള എല്ലാ ഗുണ്ടകളും അവിടെ നിന്നും രക്ഷപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന് പറയണം. അത് കേട്ടതും നമ്മുടെ നന്ദനയ്ക്കും നയനയ്ക്കും നവ്യയ്ക്കൊക്കെ ഒരുപാട് സന്തോഷമായി. എന്നാൽ ഞാൻ ശരി പോയിട്ട് വാ മോളെ എന്നും ജഡ്ജി പറയാതെ കേട്ടതും അവരെല്ലാവരും പോവുക. ഈ സമയം പുറത്തു നിന്നതും എൻ്റെ നന്ദു നീ കലക്കി, എങ്ങനെയാണ് ഇത്രയും മിടുക്കിയായിട്ട് വാദിച്ചത്? എന്തായാലും നിന്റെ വാദം അടിപൊളിയായിരുന്നു. വാദി പ്രതിയായല്ലോ, അതെനിക്ക് സന്തോഷമായി. അങ്ങനെ ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ട്, എന്നാൽ ഇവിടെ അത് സംഭവിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും എനിക്ക് എല്ലാം പറഞ്ഞു തന്നത് മാരാറ് വക്കീല ചേച്ചി, അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ സംഭവം നടന്നിടത്ത് CCTV ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ ധൈര്യം കിട്ടി. കാരണം അവിടെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന ക്യാമറ കണ്ണുകൾ കാണിച്ചു കൊടുക്കുമല്ലോ. അതുകൊണ്ട് തന്നെ അതെന്തായാലും കലക്കി മോളെ. ഇനിയിപ്പോൾ സമാധാനമായിട്ട് വീട്ടിലേക്ക് പോകാമല്ലോ. എന്തായാലും ഇനിയിപ്പോൾ അടുത്ത ക്യാമ്പിൽ പങ്കെടുക്കാൻ പറ്റൂ, സാരമില്ല. എന്നാലും നിനക്ക് SI ആകാമല്ലോ എന്നൊക്കെ പറയുകയാണ്. ഇനിയെങ്കിലും മോളെ ഇതുപോലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കണ്ടാൽ ഒഴിഞ്ഞു മാറിപ്പോ, അല്ലാതെ വേറെ വഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ നയനെങ്കിലും ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ വക്കീൽ വരിക.
എന്തായാലും നന്ദനയുടെ വാദം കൊള്ളായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല. പിന്നെ ജയിലിൽ വെച്ച് കണ്ടപ്പോൾ താനൊരു പുപ്പുലിയാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ടാണ് എല്ലാം നല്ല കൃത്യമായിട്ട് തന്നെ ഏൽപ്പിച്ചത്. എന്തായാലും താനിത് ജയിക്കുമെന്ന് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാം. അല്ല സാറിൻ്റെ ഫീസ് വേണ്ട, നിങ്ങളുടെ കാര്യത്തിൽ ഇനി എല്ലാ കേസിലും അങ്ങോട്ട് ഫ്രീയാണ്. അതിന് നമ്മൾ തമ്മിൽ മുമ്പ് പരിചയമില്ലല്ലോ സാർ എങ്ങനെയാണ് ഞങ്ങളുടെ കാര്യം അറിഞ്ഞത്? അത് കേട്ടത് ഞാനിവിടെ പബ്ലിക് പ്രോസിക്യൂട്ടറെ പോലെ ഇടയ്ക്കൊക്കെ വരാറുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി വന്നതാണെന്ന് കരുതിയാൽ മതി. ഇനി നിങ്ങളുടെ അങ്ങോട്ടുള്ള എന്ത് കേസും ഉണ്ടായാലും എന്നെ വിളിച്ചാൽ മതി, ഞാനുണ്ടാവും കൂടെ. നിങ്ങൾക്ക് ഒരു ഫീസ് പോലും ചിലവില്ലാതെ, കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വരാം. അപ്പോൾ ഒന്നും മനസ്സിലാവാതെ നയനയും നവ്യയും നന്ദുവും പരസ്പരം മുഖത്തോട് മുഖം നോക്കുക. ഇതെന്താ സംഭവിച്ചത്, ആരാണ് ഈ വക്കീലിനെ ഏർപ്പാടാക്കിയതെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയാണെങ്കിൽ പോകാമെന്ന് പറയാം. അങ്ങനെ അങ്ങ് പോയാലോ ചേച്ചി, നമ്മളെ ഈ കേസിൽ കൊടുക്കാൻ നോക്കിയവരൊന്ന് കാണണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു നിൽക്കും. അപ്പോഴേക്കും വേണു എന്തായാലും കുടുംബത്തിനും അനന്തപുരിക്കും മാനക്കേടില്ലാതെ മോള് രക്ഷപ്പെട്ടല്ലോ, സന്തോഷമായി എന്നും വേണു പറയാം. നിങ്ങൾക്ക് സന്തോഷമല്ല, മനസ്സ് നിറയെ തീയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും ഞാൻ രക്ഷപ്പെട്ടു. ഇനി അങ്ങോട്ട് എന്ത് കേസ് എൻ്റെ പിന്നാലെ ഉണ്ടായാലും അതിൽ നിന്നൊക്കെ ഊരിപ്പോരാൻ എനിക്ക് കഴിയുമെന്ന് ഇപ്പോൾ ബോധ്യമായല്ലോ. അതുകൊണ്ട് കളിക്കുമ്പോൾ താരത്തിൽ പോയി കളിക്കണോ എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ എന്താക്കുക. അങ്കളെ, ഇവിടെ ആരാണിത് ചെയ്തതെന്നും എന്തിനു വേണ്ടി ഇത് ചെയ്തതെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അത് ശരിയാ, പ്രതികളിപ്പോൾ ശിക്ഷിക്കപ്പെടാൻ പോകുമല്ലേ, അവർക്ക് കോടതി വിധി വരുമല്ലോ. അപ്പം പിന്നെ എന്തിനാ പേടിക്കുന്നേ? എന്തായാലും അവരുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണു ഇങ്ങനെ കൈ മലർത്തിയിട്ട് അങ്ങ് പോവുക. ഈ സമയമാണെങ്കിൽ അവർ രണ്ടുപേരും പോകാനൊരുങ്ങുമ്പോൾ നിൽക്കട അവിടെ, ഇത് കോടതിയായിപ്പോയി, ഇല്ലെങ്കിൽ അവിടെ വെച്ച് വന്നതിൻ്റെ ബാക്കി നിനക്കിട്ടും ഇവക്കിട്ടും തരാൻ എനിക്ക് അറിയാൻ പാടില്ല. ഇനിയും ഉണ്ടല്ലോ അവസരം, ഞാനൊന്ന് SI ആയിട്ട് ചാർജ് എടുത്തോട്ടാ. ഇതിനൊക്കെയുള്ള പരിഹാരം നിന്നെ ഞാൻ അവിടെ വെച്ച് പറയിപ്പിച്ചോളാം, മനസ്സിലായല്ലോ? അതെ, നിൻ്റെ ഏരിയയിലെങ്ങാനുമാണ് ഇവൾ SI ആയിട്ട് വരാൻ പോകുന്നെങ്കിൽ സൂക്ഷിച്ചോ മോനെ, പിന്നെ നിനക്ക് അവിടെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല, നാട് വിട്ടു പോകേണ്ടി വരും. എല്ലാത്തിനും കൂടിയുള്ള പ്രതികാരം അവൾ വീട്ടിയിരിക്കും എന്നും പറയാം. ഈ സമയം നന്ദു നയനെ നവ്യ അങ്ങോട്ട് പോകുന്ന സമയത്ത് ശരവണനും രേണുകയും കൂടി നിൽക്കുക. നമ്മളിനി എന്ത് ചെയ്യും ശരവണ? എനിക്കറിയില്ല, അയാളുടെ വാക്ക് കേട്ട് ഓരോന്ന് ചെയ്തതാ, നമുക്കും പോലും ബുദ്ധിയില്ലാതായിപ്പോയി. എന്നാലും ഒന്ന് ചിന്തിക്കേണ്ടതായിരുന്നു. പരിസരത്ത് CCTVയും അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന്. ഇതിപ്പോൾ ഒന്നും അറിയാതെ പ്രവർത്തിച്ചതിന് നമ്മൾ അനുഭവിക്കേണ്ടി വരേണ്ടേ. പക്ഷേ നമ്മൾ ഈ കേസിൽ കുടുങ്ങിയാൽ ഇതിൽ നിന്നും നമ്മളെ രക്ഷിക്കേണ്ടത് പോകുന്ന കിളവനാ. അയാൾ നമ്മളെ രക്ഷിച്ചില്ലെങ്കിലുണ്ടല്ലോ, അയാൾ ഒരുപാട് ബുദ്ധിമുട്ടും. പിന്നെ കോടതിയിൽ അടുത്ത മൊഴി കൊടുക്കാൻ പോകുന്നത് അയാൾക്കെതിരെയായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയം പിന്നീട് അനാമികയാണ് കാണിക്കുന്നത്. അനാമിക ഫോൺ വിളി. എന്താ ഈ അച്ഛൻ ഫോൺ എടുക്കാത്ത? എത്ര നേരമായി വിളിക്കുന്നു? മോളെ, അവിടുത്തെ കാര്യങ്ങൾ ചിലപ്പോൾ നേരിട്ട് വന്ന് പറയാനായിരിക്കും. പിന്നെ അത് നേരിട്ട് വന്ന് എന്തിനാ പറയുന്നത്, ഫോണിൽ കൂടെ അങ്ങ് പറഞ്ഞാൽ പോരെ എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുക. ഈ സമയമാണെങ്കിൽ എടി മോളെ, ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതും മോളുടെ അച്ഛൻ പറഞ്ഞതൊക്കെ തന്നെയായിരിക്കും സംഭവിക്കുന്നത്. അതുകൊണ്ട് മോളുടെ അച്ഛനത് ത്രില്ലോടെ കണ്ടുകൊണ്ടിരിക്കുമായിരിക്കും. എന്തായാലും അങ്ങേര് ഇങ്ങോട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാമല്ലോ എന്താ സംഭവിക്കുന്നതെന്ന്. എനിക്കൊരു കാര്യം ബോധ്യമായി, എന്തൊക്കെ സംഭവിച്ചാലും ശരി, അവിടെ നന്ദന ജയിലിൽ പോയി കഴിഞ്ഞാൽ ഇനി ഒരിക്കലും അവൾക്ക് SI ആകാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ചതുപോലെയുള്ള കാര്യങ്ങൾ ഇനി നടക്കും മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം നാളെ നമുക്ക് അവളെ ഒന്ന് ജയിലിൽ പോയി കാണണം, എന്നിട്ട് അവളെ നോക്കി ഒന്ന് കളിയാക്കി ചിരിക്കണം. അതിനു വേണ്ടി തന്നെയാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയും ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം അനാമികയാണെങ്കിൽ എനിക്ക് അവളെ കാണണം, എന്നിട്ട് അവളുടെ ചേച്ചിമാരെ നോക്കി കളിയാക്കി ചിരിക്കണം. മോളെ, അത് വേണ്ട, അവൾക്കറിയാം നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ. പാലിൽ വിഷം കലർത്തിയത് നമ്മളാണെന്ന് അറിയാവുന്നതുകൊണ്ട് എന്തായാലും അതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യണ്ട. കാരണം അങ്ങനെ ചെയ്ത് കണ്ടിട്ടല്ലേ ചിലപ്പോൾ അവളെല്ലാം വിളിച്ചു പറയും. അങ്ങനെ വിളിച്ചു പറഞ്ഞാലും എനിക്ക് അവളമാരെ നോക്കി ചിരിക്കാതിരിക്കാൻ കഴിയില്ലമ്മേ, അത്രയ്ക്ക് ദേഷ്യമുണ്ട് അവളമാരോട്. ശരി, അതൊക്കെ നമുക്ക് പിന്നീട് ചെയ്യാം. എന്തായാലും നാളെ ആവട്ടെ, നമുക്കൊന്ന് ജയിലിൽ പോയി അവളെ കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടവരിങ്ങനെ ഇരിക്കുക. ഈ സമയം കനകയും ഗോവിന്ദും വിഷമിച്ചിരിക്കുമ്പോൾ കാറ് വരികയാണ്. കാറിൽ നിന്ന് നയനയും നവ്യയും നന്ദു ഇറങ്ങിയത് കൊണ്ട് അവർക്ക് ഭയങ്കര സന്തോഷമായി. നന്ദൂട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുക. എന്തായാലും സമാധാനമായി മോളെ, മോൾക്ക് വേണ്ടി ഹാജരായ വക്കീൽ നന്നായിട്ട് വാദിച്ചുല്ലേ, അതുകൊണ്ടാണോ മോള് പെട്ടെന്ന് തന്നെ ഇറങ്ങിയത്? അതിനെ വക്കീലല്ല ഇവൾക്ക് വേണ്ടി വാദിച്ചത്, ഇവള് തന്നെയാ. അത് കേട്ടതും മനസ്സിലായില്ല മോളെ, വക്കീലിന് പകരം ഇവളുടെ കേസ് വാദിച്ചത് ഇവള് തന്നെയാണെന്ന്. അപ്പോൾ മോള് ജയിച്ചോ? പിന്നെ അവസാനം വാദി പ്രതിയായി. എന്തായാലും
കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. സത്യം പറഞ്ഞ കോടതിക്കുള്ളിൽ കയറുന്നത് വരെ ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇവളാണ് കേസ് വാദിക്കാൻ പോകുന്നതെന്ന്. ഞാനായിട്ടൊന്നും ചെയ്തതല്ല, മാരാറ് വക്കീൽ എന്നെയെല്ലാം ഉപദേശിച്ചതാ എന്നൊക്കെ പറയണം. എന്തായാലും നന്നായി മോളെ, ഇനി അടുത്ത ക്യാമ്പിൽ പോയാൽ മതിയല്ലോ. അതുവരെ ഞങ്ങൾക്ക് മോളെ കാണാം. വിശന്നിട്ട് വയ്യ, എന്നാൽ എന്തായാലും കഴിക്കാം. ഞാനേ പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പം അമ്മ ഒന്നും ഉണ്ടാക്കിയില്ലേ? ഇല്ല മോളെ, ഈ ടെൻഷനിൽ എന്തുണ്ടാക്കാനാ? അമ്മയ്ക്ക് വല്ല സമയം വേണോ? അമ്മ പെട്ടെന്ന് ഉണ്ടാക്കി തരാവാ എന്നും പറഞ്ഞുകൊണ്ട് 3 മക്കളെയും ഡൈനിങ് ടേബിളിൽ ഇരിക്കാൻ പറഞ്ഞിട്ട് കനക പെട്ടെന്ന് തന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഈ സമയം ഭയങ്കര സന്തോഷത്തോടെ അവരെല്ലാവരും നന്ദുവിന് വാരി കൊടുക്കണം. അപ്പം നന്ദുവിനൊക്കെ കുറച്ച് ഓർത്ത് നമ്മുടെ ഗോവിന്ദ് ഭയങ്കര സങ്കടപ്പെടുക. പേടിച്ചു പോയായിരുന്നു മോളെ, ഈ കേസിൽ മോള് കുടുങ്ങിയപ്പോൾ മോളുടെ സ്വപ്നം പാഴായി പോകുമെന്നുള്ള പേടി. മോളെ LLBക്ക് പഠിക്കണമെന്നല്ലേ ആഗ്രഹിച്ചത്. എന്തായാലും ഇത് മതിയായിരുന്നു. LLBക്ക് പഠിച്ചിരുന്നെങ്കിൽ ഇതുപോലെ കുറേ കേസുകൾ മോൾക്ക് ജയിക്കായിരുന്നു. ഇതൊരു പക്ഷേ പോലീസ് ആയിക്കഴിഞ്ഞാൽ അച്ഛന് നല്ല പേടിയും ടെൻഷനും ഉണ്ട്, സമാധാനം നഷ്ടപ്പെടുമെന്ന്. അങ്ങനെയൊന്നും സംഭവിക്കില്ല അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു ഇരിക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു.